ഓക്കെ, സോ നമുക്ക് പഠിക്കാം. സോ നമുക്ക് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ ആണ്. സോ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് മൂന്ന് സെക്ഷനിൽ നിന്നാണ്. ഓക്കെ, ഒന്നാമത്തത് എന്താണ്? ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ഏരിയ. ഒന്ന് ഏരിയ കാണാൻ പറയും. ഒന്ന് ഏരിയ കാണാൻ പറയും. ഒരു ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ പറയും. ഓക്കെ, അതാണ് ഒന്നാമത്. രണ്ടാമത്തത് ചോദിക്കൽ എങ്ങനെയാണ്? രണ്ടാമത്തെ ചോദിക്കല് റേഷ്യോ ഓഫ് സൈഡ്, ട്രയാങ്കിൾസിന്റെ റേഷ്യോസ്, സൈഡ്സിന്റെ റേഷ്യോസ്. ഓക്കെ, മൂന്നാമത്തത് നമുക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ്, ഇതൊക്കെ കാണാൻ ചോദിക്കും. ഓക്കെ, ഈ മൂന്ന് സെക്ഷനിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഫസ്റ്റ് നമുക്ക് ഒരു ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? കാണാവോ? In a triangle ABC, we have AB is equal to 11 centimeter, AC is equal to 8 centimeter, and angle A is 60 degree. Calculate the height from AB to C and calculate the area of triangle. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ ഇവിടെ എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞത്. രണ്ട് സൈഡ് തന്നിട്ടുണ്ട്, അവർ തമ്മിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇനി എന്ത് ചോദിക്കും? പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ ചോദിക്കും, അതേപോലെ റോംബസിന്റെ ഏരിയ കാണാൻ ചോദിക്കും. ഇതാണ് ഏരിയ കാണാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരും. നമുക്ക് ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാനാണ് ചോദ്യം ഉള്ളത്. ത്രികോണം എ ബി സി, അതിൽ എ ബി 11 സെന്റിമീറ്റർ ആണ്, എ സി 8 സെന്റിമീറ്റർ ആണ്. ആംഗിൾ എ എന്നുള്ളത്, കോൺ എ എന്നുള്ളത് എന്താണ്? 60 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കൂ നോട്ട്ബുക്കിൽ. ഈ ട്രിയാങ്കിൾ ഒന്ന് വരച്ചു നോക്കൂ, ജസ്റ്റ് ഒന്ന് റഫായിട്ട്. എല്ലാരും ഒന്ന് വരക്കോ? എല്ലാരും ഈ ട്രിയാങ്കിൾ ഒന്ന് വരക്കാൻ കഴിയുമോ നോക്കൂ. ഞാൻ വരക്കുന്നുണ്ട്. ട്രിയാങ്കിൾ എ ബി സി ആണല്ലേ. സോ എ ബി നമുക്ക് 11 എടുക്കാം. എ ബി 11. ഓക്കെ, ദിസ് എ ബി. എ സി 8 എടുക്കാം. എ സി 8 എടുക്കാം. ദിസ് ഇസ് എ സി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഞാൻ ജസ്റ്റ് യോജിപ്പിക്കുകയാണ്. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രിയാങ്കിൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. എ ബി ഇതെന്താണ്? 11 സെന്റിമീറ്റർ ആണ്. പിന്നെ എ സി എന്നുള്ളത് എന്താണ്? 8 സെന്റിമീറ്റർ ആണ്. പിന്നെ ആംഗിൾ എ, കോൺ എ എന്നുള്ളത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം എ ബി ടു സി. അതായത് എ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഉയരം കാണാൻ. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഉയരം എന്താ പറഞ്ഞാൽ, ബോർഡ് കാണുന്നില്ലേ? വലുതാക്കണോ? സൂം ചെയ്യണോ? ബോർഡ് കാണുന്നുണ്ടോ? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ആ ഹൈറ്റ്, ഉയരമാണ് ചോദിച്ചത്. സോ ഞാൻ ഈ ഡോട്ടർ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഹൈറ്റ് ആണ് ഫസ്റ്റ് ചോദിച്ചത്. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇതിനെ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഞാൻ പോയിന്റ് മാർക്ക് ചെയ്യാണ് ഡി. ഓക്കെ, സോ എ പാർട്ട്, ഫസ്റ്റ് പാർട്ട് എന്താണ്? വാട്ട് ഈസ് സി ഡി? സി ഡി എന്താന്നാ ചോദിച്ചത്. എങ്ങനെ നമുക്ക് സി ഡി കിട്ടും? സി ഡി നമുക്ക് എങ്ങനെ കിട്ടും? ഈസി അല്ലേ? ഇത് ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് ഇത് ചെയ്യാൻ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. സോ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആട്ടോ. ട്രിയാങ്കിളിന്റെ ഏരിയ കാണാൻ ചോദിക്കും. ഇങ്ങനെ തരാം, രണ്ട് സൈഡും തരും, അത് തമ്മിലുള്ള ആംഗിളും തരും. ഓക്കെ, അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ ചോദിക്കും. ഓക്കെ, പാരലോഗ്രാം ജസ്റ്റ് ഞാൻ വരക്കാം. ഇതൊരു പാരലോഗ്രാം ആണ്.
അവര് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ കാരണം പാരലോഗ്രാമിന്റെ ഒരു സൈഡ് ഒരു വൺ സൈഡ് 10 സെന്റിമീറ്റർ ആണ്, മറ്റത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഒന്നിന് ആംഗിൾ എന്നുള്ളത് ഒരു 70 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഈ പാരലോഗ്രാമിന്റെ ഏരിയ എന്താ ചോദിക്കും. സാമാന്തരികം കേട്ടോ, പാരലോഗ്രാം പാരലോഗ്രാം പറഞ്ഞാൽ സാമാന്തരികം. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ ചോദിക്കും. നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ത്രികോണത്തിന്റെ ഏരിയ കാണാൻ വിസ്തീർണം, ഏരിയ മീൻസ് വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, അത് ബേസിക്സ് ആണ്, അത് പഠിക്കണോ. ഓക്കെ, വെരി ഗുഡ്. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, റെക്ടാങ്കിളിന്റെ എൽ ഇൻറ്റു ബി അല്ലെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് അങ്ങനെയും പറയാം. പാരലോഗ്രാമിന്റെ അല്ലെങ്കിൽ സാമാന്തരികത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ലെങ്ത് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഇൻറ്റു ഹൈറ്റ്. അതെ, അതിലും ഇതാണ്. അതായത് ഇതിപ്പോ നമുക്കിവിടെ എ ബി സി ഡി എന്നെടുക്കുകയാണെങ്കിൽ സാമാന്തരികത്തിന്റെ ഏരിയ കാണാൻ അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, എ ബി ഇൻറ്റു, അതായത് ഈ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് പറഞ്ഞാൽ ഹൈറ്റ് നമുക്ക് എന്തെടുക്കണം, ഹൈറ്റ് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴേക്ക് നേരെ പെർപെൻഡിക്കുലർ വരക്കാം. ഓക്കെ, ഇതാണ് ഹൈറ്റ്. ഓക്കെ, സോ നമുക്കത് റെക്ടാങ്കിൾ ആവുമ്പോൾ എന്താവും, അത് ഹൈറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബ്രെഡ്ത്ത് തന്നെ ആവും അല്ലേ. സോ അത് 90 ഡിഗ്രി ആണല്ലോ. അതേപോലെ റോംബസിന്റെ ആണെങ്കിലും ഏരിയ, റോംബസ് എന്ന് പറയുമ്പോൾ എന്താണ്, റോംബസ് എന്ന് പറഞ്ഞാൽ സാമാന്തരികമാണ്, പാരലോഗ്രാം ആണ്, 4 സൈഡും എന്താണ് ഈക്വൽ ആണ്. നമ്മളിപ്പോ റെക്ടാങ്കിൾ സ്ക്വയർ എന്നൊക്കെ പറയില്ലേ, ചതുരം സമചതുരം എന്ന് പറഞ്ഞ പോലെയാണ് സാമാന്തരികം റോംബസും. റോംബസിന്റെ സമഭുജ സാമാന്തരികം എന്നാണ് റോംബസിന്റെ മലയാളം. ഓക്കെ, ആദ്യം മലയാളം വേർഡ് കിട്ടുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലേ. സോ നമുക്കറിയാം ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്, നമുക്ക് ട്രയാങ്കിൾ ആണെങ്കിലും പാരലോഗ്രാം ആണെങ്കിലും റെക്ടാങ്കിൾ ആണെങ്കിലും റോംബസ് ആണെങ്കിലും ഒക്കെ നമുക്കറിയാം അല്ലേ. സോ ഇനി നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ ഇപ്പോ ഇവിടുത്തെ ഈ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കിവിടെ ഹാഫ് ബി എച്ച് ആണ്, ബേസ് ഉണ്ട് അല്ലെ, പിന്നെ ഹൈറ്റ് സി ഡി ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാം. അതേപോലെ നമുക്ക് ഇവിടെ പാരലോഗ്രാം ആണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ബേസ് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഡിന്റെ ഹൈറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാണ്, DE. അപ്പൊ DE എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എ ബി ഇൻറ്റു ഡി പറഞ്ഞാല് നമുക്ക് ഈ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ആംഗിൾ മെഷേഴ്സ് നമുക്ക് പഠിക്കണം. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ ഈ ചാപ്റ്ററിൽ 3 ആംഗിൾ മെഷേഴ്സ് ആണ് പഠിക്കുന്നത്, ട്രിഗണോമെട്രിക് ആംഗിൾ മെഷേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ അറിയാം, പേര് പറയാമോ, ഏതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നത്, ഒരു ആംഗിളിന്റെ 3 മെഷേഴ്സ്, സൈനും കോസും ടാനും ആണ് പഠിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, സോ ഈ ആംഗിൾ മെഷേഴ്സ് ഒക്കെ എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ ഇവിടെ വരച്ചേക്കുന്നത് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലേ. ഞാൻ പേരിടാണ് ABC. സോ ഇവിടെ എവിടെയാണ് 90 ഡിഗ്രി, എവിടെയാണ് 90 ഡിഗ്രി വരുന്നത്, ബിയിലാണ് 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, സോ ഈ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്, ഈ റൈറ്റ് ആംഗിൾ മട്ടത്രികോണം. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ കർണം ഏതാണ്, AC. ഓക്കെ, AC നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ കർണം. ഓക്കെ, ഞാൻ ഇതിലൊരു ആംഗിൾ എടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ ഈ C എന്നുള്ള ആംഗിൾ എടുക്കുകയാണ്. ഓക്കെ,
അപ്പൊ സി എന്നുള്ള ആംഗിൾ എടുക്കുമ്പോൾ സീന്റെ അപേക്ഷിച്ച് ഈ ട്രയാങ്കിളിലെ സൈഡ്സ് നമ്മൾ നോക്കുകയാണ്. അപ്പൊ സീനെ നോക്കുമ്പോൾ ഒരു എ സി എന്നുള്ള സൈഡിനെ നമുക്ക് എന്താ പറയാ, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം. പറഞ്ഞൂടെ, എ സി എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനിയുള്ളത് എ ബി അതേപോലെ ബി സി ആണ്. ഏതൊക്കെ? എ ബിയും ബി സി ആണ്. സോ നമുക്കിതിൽ എ ബിനെ നമുക്ക് എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, കാരണം സിയുടെ ഒരു ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് എന്ത്, എ ബി വരുന്നത്. ഓക്കെ, നമുക്ക് ബി സിനെ എന്ത് പറയാം? ബി സിനെ നമുക്ക് സമീപ വശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ്, അതായത് തൊട്ടടുത്തുള്ള സൈഡ്. ഓക്കെ, അപ്പൊ തൊട്ടടുത്തുള്ള സൈഡ് എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എടുക്കരുത്, കാരണം ഹൈപ്പോട്ടന്യൂസ് ഓൾറെഡി നമ്മൾ പേര് കൊടുത്തു, ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ പിന്നുള്ളത് ബി സി. ബി സിക്ക് നമ്മൾ എന്തോ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപ വശം എന്ന് പറയും. സോ ഇത് ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ അല്ലേ? സോ നമ്മൾ എങ്ങനെ ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ബി സൈൻ എടുക്കുകയാണെങ്കിൽ ഏത് അഡ്ജസ്റ്റന്റ് ഏത് ഓപ്പോസിറ്റ്? ബി എന്നുള്ള ആംഗിൾ എടുക്കുകയാണെങ്കിലോ? ഓക്കെ, ബി എന്നുള്ളത് ഇവിടെ 90 ഡിഗ്രി ആണ്. സോ അതിന്റെ ബേസിൽ നമ്മളോട് പറയുന്നില്ല, എയോ അല്ലെങ്കിൽ സിയോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആംഗിൾ എ എടുക്കുകയാണെങ്കിൽ ഏതാണ് ഓപ്പോസിറ്റ് സൈഡ് വരിക? ആംഗിൾ എ എടുക്കുമ്പോ ആംഗിൾ എ എടുക്കുമ്പോ ബി സി ആണ് ഓപ്പോസിറ്റ് സൈഡ് വരിക. അതുപോലെ ആംഗിൾ എ എടുക്കുമ്പോ അഡ്ജസന്റ് സൈഡ് ഏതാണ് വരിക? എ ബി അല്ലേ? ഓക്കെ, സോ നമ്മൾ എവിടെയാണോ ആംഗിൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും എന്താവും, മാറും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇനി 3 ഫംഗ്ഷൻ ആണ്, ഒരു ആംഗിളിൽ 3 ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്. ഞാനിപ്പം ഇതിന് ഒരു എന്താ പറയാ, ഞാൻ തീറ്റ എന്ന് പേര് കൊടുത്തു. ആംഗിൾ സീന് ഞാൻ തീറ്റ എന്ന് പേര് കൊടുത്തു. ഓക്കെ, സോ ഞാനിവിടെ നമുക്ക് 3 ഫംഗ്ഷൻ 3 മെഷർമെന്റാണ് പഠിക്കാനുള്ളത്. ഒന്ന് സൈൻ തീറ്റ. ഈ തീറ്റ അല്ലെങ്കിൽ സൈൻ സി അല്ലെങ്കിൽ ഈ തീറ്റയുടെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റിന്റെ ലെങ്ത് ഇല്ലേ, അതേ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതാണ് സൈൻ തീറ്റ. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതേപോലെ പിന്നുള്ളതാണ് കോസ് തീറ്റ. ഓക്കെ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ലെങ്ത് ഉണ്ടോ? അപ്പൊ ചിലപ്പോ അവർ പറയും 4 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ പറയും അല്ലെ? അപ്പൊ അതേ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്ത്, ആ ആംഗിളിന്റെ കോസ്. ഓക്കെ, പിന്നെ ഇതേപോലെ മൂന്നാമത്തെ എന്താണ്? ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതാണ് ടാൻ തീറ്റ. ഓക്കെ, ഇതിന് ഒപ്പം തന്നെ വേറെ റിലേഷൻ കൂടി ഉണ്ട്. ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് കിട്ടും? ടാൻ തീറ്റ കിട്ടും അല്ലേ? സോ ടാൻ തീറ്റ എന്ന് വെച്ചാൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. ഓക്കെ, നോക്കൂ, സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതേ ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? 2 ഹൈപ്പോട്ടന്യൂസ് അത് വെട്ടും, ബാക്കി എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. ഓക്കെ, സോ ഇതാണ് 3 ആംഗിൾ മെഷർമെന്റ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? ഇതാണ് ഏറ്റവും ബേസിക്സ് ഇതാണ് കേട്ടോ. ഒരു ആംഗിൾ തന്നാൽ ഓക്കെ, ഒരു ആംഗിൾ തരികയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, അഡ്ജസന്റ് സൈഡ് ഏതാണ്, അതേപോലെ ഹൈപ്പോട്ടന്യൂസ് ഇത് നമ്മൾ കണ്ടെത്തണം. അത് ക്ലിയർ അല്ലേ അഭിനന്ദ? അല്ല, ഇതിപ്പോ നമ്മളിപ്പോ സി എന്നുള്ള ആംഗിൾ എടുക്കുകയാണെങ്കിൽ സി എന്നുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി ആണ് അല്ലേ? സി എന്നുള്ള ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് എന്താണ്? ബി സി ആണ് അല്ലേ? ഇനി സിന്റെ പകരം നമ്മളിവിടെ എയിലാണ് ആംഗിൾ എടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? എ എന്ന് എടുക്കുമ്പോൾ എയുടെ അഡ്ജസന്റ് സൈഡ് എന്താവുക അഭിനന്ദ? എയുടെ അഡ്ജസന്റ് സൈഡ് എന്താവുക? ബി സി. എയുടെ അഡ്ജസന്റ് സൈഡ്, അടുത്തുള്ള സൈഡ് എയുടെ ആംഗിൾ എയുടെ. ബി സി എന്നാ വിട്ടല്ലേ, ഇവിടെ അല്ലേ? എ ഇവിടെ കിടക്കുന്നു, ബി സി ഇവിടെ കിടക്കുന്നു അല്ലേ? സോ എയുടെ അടുത്തുള്ള സൈഡ് ഏതാ? എയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ബി സി. ഓക്കെ, സോ നമ്മൾ എവിടെയാണോ ആംഗിൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഈ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് കാര്യങ്ങളൊക്കെ എന്താവും, മാറും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആകെ പഠിക്കാനുള്ള 3 മെഷർമെന്റ് ആണ്. ഒന്ന് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ.
ഓക്കെ, സൈഡ് ഓഫ് ആൻ ആംഗിൾ, കോസ് ഓഫ് ആൻ ആംഗിൾ ആൻഡ് ടാൻ ഓഫ് ആൻ ആംഗിൾ. സൈൻ ഓഫ് ആൻ ആംഗിൾ എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. കോസ് ഓഫ് ആൻ ആംഗിൾ എന്നാൽ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. ടാൻ ഓഫ് ആൻ ആംഗിൾ എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ്. ഓക്കെ, ആദ്യം മനസ്സിലായല്ലേ? ഇപ്പൊ സൈൻ എന്ന് വെച്ചാൽ എതിർവശം ബൈ കർണം, കോസ് തീറ്റ എന്ന് വെച്ചാൽ സമീപവശം ബൈ കർണം, ടാൻ തീറ്റ എന്ന് വെച്ചാൽ എതിർവശം ബൈ സമീപവശം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആംഗിളുടെ നമുക്ക് ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രിഗണോമെട്രിക് ടേബിൾ തന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു ട്രിഗണോമെട്രിക് ടേബിൾ തരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സൈനും കോസും ടാനൊക്കെ നമുക്ക് കണ്ടെത്താം. അതിൽ നിന്ന് അത് കണ്ടെത്താൻ എല്ലാവർക്കും അറിയില്ലേ? അതിൽ ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ ചെറിയൊരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കണ്ടേ? ഓക്കെ, ഇത് കണ്ടോ? ഇതേപോലെ ഒരു ടേബിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനം തരും. കാണാവോ? ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഏതൊരു ആംഗിളിലെയും സൈനും കോസും ടാനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് വാട്ട് ഇസ് ദ സൈൻ 11? സൈൻ 10 എന്താ? സൈൻ 10 എന്താണ്? സൈൻ 10 എന്ന് പറയുമ്പോൾ ആംഗിൾ 10 എടുക്കുക, എന്താ 10 ഇവിടെ അല്ലേ? അതിന്റെ സൈൻ എന്താ? സൈൻ 10 0.1736. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് കോസ് 58? എന്താണ് കോസ് 58? എന്താണ് എല്ലാവരും പറയൂ? കോസ് 58. 58ന്റെ കോസ് എന്താണ്? 58ന്റെ കോസ് 0.529. ഓക്കെ, സോ ഈ ടേബിളിനെ പറഞ്ഞ പേരാണ് എന്ത്? ട്രിഗണോമെട്രിക് ടേബിൾ. ഓക്കെ, സോ ട്രിഗണോമെട്രിക് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഏതൊരു ഇതിന്റെയും സൈനും കോസും ടാനും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രിഗണോമെട്രിക് ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇത് ഏരിയ കാണാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് ഇവിടെ അല്ലേ, ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് എന്നാല് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഫ്രം എ ബി ടു സി ആണ്. ദാറ്റ് ഈസ് ഡി സി ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഡി സി കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇവിടെ ഡി സി കാണണം. ഡി സി സൈൻ എടുക്കാം. ഓക്കെ, ചിലപ്പോൾ അത് മനസ്സിലാകാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ചെറിയ കാര്യം ചെയ്യാം. എങ്ങനെ? റിയൽ ലൈഫിലാണോ? റിയൽ ലൈഫില് നമുക്ക് കണ്ടില്ലേ, ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടാനൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് പിന്നെ ഇത് ഇങ്ങനെ ഫുള്ള് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. അതല്ല ഇതിലെവിടേക്ക് ഇട്ട് കൊടുക്കണ്ടേ? ഓ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിലാണോ? ഓക്കെ, അതിലേക്ക് നമ്മൾ വരികയാണ്. സോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രിയാങ്കിളിന്റെ രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കാണാൻ, അല്ലെ ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് സൈഡുകൾ തന്നിട്ട് മൂന്നാമത്തെ സൈഡ് കാണാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പൈതഗോറസ് സിദ്ധാന്തം അല്ലെ, പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലെ. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാരലൽ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ, ഹൈപ്പോട്ടൻയൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രിയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡ് 5 തന്നിട്ടുണ്ട്, ഇത് 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏത് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എ ബി സി.
അപ്പൊ ഈ ട്രിയാങ്കിളിൽ എ സി 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ആംഗിൾ ബി 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എ ബിയും കാണാം ബി സിയും കാണാം. ഓക്കെ, നമ്മൾ സാധാരണ പൈതഗോറസ് പ്രകാരം എന്തായിരുന്നു, ഒരു ട്രിയാങ്കിൾ ഉണ്ട്, അതിന്റെ രണ്ട് സൈഡുകൾ ഇപ്പം ഇത് 3 തന്നിട്ടുണ്ട്, ഇത് 4 തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇത് പൈതഗോറസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്തായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 16 പ്ലസ് 9 ദാറ്റ് ഈസ് 25 ആയിരിക്കും. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും 5 ആയിരിക്കും. നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ട് സൈഡ് തന്നാൽ നമുക്ക് മൂന്നാം സൈഡ് കണ്ടെത്താം. ഇനിയിപ്പോ രണ്ട് സൈഡ് തരണ്ട, ഒരു സൈഡും ഒരു ആംഗിളും തന്നാൽ നമുക്ക് ട്രിഗണോമെട്രിക് ടേബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം, ഈ ബാക്കി സൈഡുകൾ കണ്ടെത്താം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കില്ലേ ഫസ്റ്റ് ഇപ്പം കാണേണ്ടത്, ഇപ്പോ നമുക്ക് എ ബി ആണ് കാണേണ്ടതെന്ന് വെക്കുക. ഓക്കെ, എ ബി ആണ് കാണേണ്ടത്. പക്ഷെ എന്തൊക്കെ തന്നിട്ടുണ്ട്, എ സി തന്നിട്ടുണ്ട്, ആംഗിൾ ബിയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കില്ലേ ട്രിഗണോമെട്രിക് ടേബിളിൽ നമുക്ക് ഏതൊരു ആംഗിളിന്റെയും സൈനും കോസും ടാനും കാണാനും പറ്റും. സോ നമുക്കില്ലേ ഈ എ സിയും എ ബിയും കണക്ട് ചെയ്യുന്ന ഈ 45 ഡിഗ്രിയുമായി കണക്ട് ചെയ്യുന്നത് എന്താണ്, ഏത് ഫംഗ്ഷൻ ആണ്? ഈ 45 ഡിഗ്രിയുടെ ഏത് സൈഡാണ് എ സി എന്ന് വരുന്നത്? ആംഗിൾ ബിയുടെ ഏത് സൈഡാണ് എ സി? ആംഗിൾ ബിയുടെ ഏത് സൈഡാണ് എ സി? ഏത് സൈഡാണ്? ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഓക്കെ, സോ എ സി എന്നുള്ള എന്താണ്, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഓക്കെ, ഇനി ആംഗിൾ ബിയുടെ ഏത് സൈഡാണ് നമുക്ക് കാണേണ്ട? എ ബി. എ ബി ഏത് സൈഡാ? എങ്ങനെ? അല്ല, എ സി ആണ് തന്നത്. എ സി 5ഉം ആംഗിൾ ബി 45 ഡിഗ്രി ആണ് തന്നത്. നമുക്കിനി എ ബി ആണ് കാണേണ്ടത്. ആദ്യം എ ബി കാണാം. എങ്ങനെ? 4 അല്ല, അത് ഞാൻ ഒരു ആരോ മാർക്ക് ഇട്ടതാണ്. ഓക്കെ ഓക്കെ, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഇതാണ് കാണേണ്ടത്. ഓക്കെ, സോ എ ബി എന്താണ്, 45 ഡിഗ്രി. ഇവിടെ എന്താണ്, ആംഗിൾ ബിയുടെ ഏത് സൈഡാണ്? ഓപ്പോസിറ്റ് ആണോ, അഡ്ജസ്റ്റന്റ് ആണോ, ഹൈപ്പോട്ടന്യൂസ് ആണോ, ഏതാണ്? ഏത് സൈഡാണ്? എ ബി ഏത് സൈഡാണ് 45 ഡിഗ്രിയുടെ? മനസ്സിലായില്ല? അഡ്ജസ്റ്റന്റ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് പറയട്ടോ, നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓക്കെ, സോ നമുക്കില്ലേ ഇപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റന്റ് സൈഡ് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഏത് ഫംഗ്ഷൻ ആണ്? സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ? ടാൻ. ഓക്കെ, സോ നമുക്ക് എന്തെടുത്താൽ മതി, ടാൻ 45 എടുത്താൽ മതി അല്ലേ? സോ ടാൻ 45 എന്താവും, ഞാൻ ഇതാണ് ടാൻ 45 ഈസ് ഈക്വൽ ടു എന്താണ്, എ സി ബൈ എ ബി ആണ് അല്ലെ? എ സി ബൈ എ ബി. ടാൻ 45 നമുക്ക് ട്രിഗണോമെട്രി ടേബിൾ നമുക്ക് കിട്ടുമല്ലോ. വാട്ട് ഈസ് ടാൻ 45? ഒന്ന് നോക്കിയിട്ട് പറയൂ. ടാൻ 45 എന്താ? ടാൻ 45 എന്താണ്? ടാൻ 45 താഴെണ്ടോ? യാ, ടാൻ 45 പറഞ്ഞാൽ ഏതാ? 1 ആണ് അല്ലേ? ടാൻ 45 1 ആണ്. സോ ഞാനിത് 1 എടുക്കുന്നു. ഓക്കെ ഓക്കെ, സോ 1 ഈക്വൽ ടു എ സി എന്താണ്? എ സി 5 ആണ്. 5 ബൈ എ ബി ആണല്ലോ. സോ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എ ബി കിട്ടൂലേ? എ ബി നമുക്ക് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുപോവാ, 1 അപ്പുറത്തും കൊണ്ടുപോവാ. സോ നമുക്ക് കിട്ടും എ ബി ഇസ് ഈക്വൽ ടു 5. ഓക്കെ, സോ നമുക്ക് കിട്ടി എ ബി 5 എ ബി നമ്മൾ എ ബി ഇൻറ്റു 1 ഈസ് ഈക്വൽ 5 എന്ന് കിട്ടൂലേ? എ ബി ഇൻറ്റു 1 മീൻസ് എ ബി ആണ്. സോ എ ബി ഈസ് ഈക്വൽ 5. അല്ല, എ ബി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ 5 ഇൻറ്റു 1 ആവൂലേ? 5 ഇൻറ്റു 1 എങ്ങനെ വരിക? 5 ബൈ 1 അല്ലേ? 5 ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, 5 ബൈ 1 തരും. ഞാനത് തന്നില്ല, 5 നേടി. ഓക്കെ സാറേ, ആ ഈ പോയിന്റ് വരുമ്പോ 0 പോയിന്റ് അല്ലേ? അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ക് ചെയ്തേന്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ട്രിഗണോമെട്രി ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ എ ബി കിട്ടി. ഇനി അതല്ല, നമുക്ക് എ ബി അല്ല കാണേണ്ടത്, നമുക്ക് ബി സി ആണ് കാണേണ്ടത് കരുതാം. എ ബി അല്ല കാണേണ്ടത്, ബി സി ആണ് കാണേണ്ടത്. അപ്പൊ ബി സി കാണണമെങ്കിൽ നമുക്ക് എന്തെടുക്കണം? ബി സി എന്താണ്? ഈ 45 ഡിഗ്രിയുടെ ഏത് സൈഡാണ് ബി സി? ഏതാണ്? അഡ്ജസന്റ് ആണോ, ഓപ്പോസിറ്റ് ആണോ, ഹൈപ്പോട്ടന്യൂസ് ആണോ? ബി സി അഡ്ജസന്റ് ആണോ, സെമിബോഷ് ആണോ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന എന്തായിരിക്കും? ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും. അതെന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കാം കേട്ടോ.
ഇവിടെ ആംഗിൾ 45 ഡിഗ്രിയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് പറഞ്ഞാൽ എ ബി ആണ്, ബി സി അല്ല. ബി സി എന്താണ്? ബി സി ഓൾറെഡി ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എ ബി ഒന്നും തന്നിട്ടില്ല എന്ന് കരുതുക, എ സി ആണ് തന്നത്. സോ എ സിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ബി സി കിട്ടും? ഇവിടെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡ് ആണ് എ സി, ബി സി എന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. സോ ഈ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ഹൈപ്പോട്ടന്യൂസും റിലേറ്റ് ചെയ്യുന്ന ഏത് മെഷർമെന്റ് ആണ്? സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ? സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ? സൈൻ. സോ സൈൻ is equal to sin 45 ഡിഗ്രി is equal to നമുക്ക് എന്തെടുക്കാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എ സി ആണ്. സോ എ സി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ബി സി ആണ്. ഓക്കെ, സോ സൈൻ 45 പറഞ്ഞാൽ എത്രയാണ്? 1/√2 ആണ്. അല്ല, നമ്മൾ ഇത് നോക്കി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? സൈൻ 45 പറഞ്ഞാൽ ഇവിടെ എന്താ? 0.7071. ഓക്കെ, പക്ഷെ സൈൻ 45 നമുക്ക് അങ്ങനെ എഴുതൂല കേട്ടോ, 1/√2 എന്നാണ് നമ്മൾ എഴുതാറ്. തൽക്കാലം ആ വഴി ചെയ്താലും ശരിയല്ലേ? ഇത് വഴി ചെയ്താലും ശരിയാണ്. ഓക്കെ ഓക്കെ, തൽക്കാലം ചെയ്താൽ നമുക്ക് വേറെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താക്കാം? ഇത് നമ്മൾ എന്തായാലും പഠിക്കേണ്ടതാണ്. 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രിയുടെ സൈനും കോസും ടാനൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ സൈൻ 45 എന്നാൽ 1/√2 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു എ സി എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നിട്ടുണ്ട് 5 ആണ്. 5/BC. ബി സി ആണ് നമുക്ക് കാണേണ്ടത്, ബി സി. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ബിസിനെ കിട്ടുന്നില്ല. സോ ബി സി ഇൻറ്റു 1 എന്ന് വരും. ഇതെന്താ? √2 അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ √2 × 5. ഓക്കെ, ദാറ്റ് ഈസ് ബി സി ഇസ് ഈക്വൽ ടു √2 × 5 പറഞ്ഞാൽ എന്താണ്? 5√2. അതാണ് ആൻസർ. ഓക്കെ, സോ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു സൈഡും ഏതെങ്കിലും ഒരു ആംഗിളും തന്നാൽ നമുക്ക് എന്ത് കാണാം? ബാക്കി രണ്ട് സൈഡുകളും കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഏരിയ കാണാൻ പറ്റും. ഇനി നമുക്ക് അത് ഏരിയ എങ്ങനെ കാണാന്നുള്ളത് നോക്കാം. ഈ ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. ഈ ഏരിയ കാണേണ്ടത് ആദ്യം നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് ഡി സി ആണ് കാണേണ്ടത്. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ആരെങ്കിലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഒരു മട്ടത്രികോണം കാണുന്നുണ്ടോ? ഹാദി, ഏതാണ് ഇവിടുത്തെ ഒരു മട്ടത്രികോണം കാണുന്നത്? ഏതാണ്? ഒരു മട്ടത്രികോണം കാണുന്നുണ്ടോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാണത്? CBD. ഓക്കെ, CBD ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്ന ആംഗിൾ ഇവിടെ 60 ഡിഗ്രി ആണല്ലോ. സോ അത് ഉൾക്കൊള്ളുള്ള ഒരു ട്രയാങ്കിൾ ആണ് എന്ത്? ADB. അതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. CBD ഓക്കെ ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്? DC എന്നുള്ള ലെങ്ത് ആണ്. പക്ഷെ ആകെ നമുക്ക് തന്ന ആംഗിൾ പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ ആംഗിൾ A തന്നിട്ടുണ്ട്, അതുപോലെ ആംഗിൾ പിന്നെ ലെങ്ത് AC തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ ACD ഒന്ന് ശ്രദ്ധിക്കുക. സോ നമുക്ക് ACD നമുക്ക് എന്താ പറയാ? ആംഗിൾ A എടുക്കുകയാണെങ്കിൽ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താ വരിക? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് വരിക? DC. ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഇത് എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ആംഗിൾ എയുടെ. ഓക്കെ, ഇനി ഇപ്പം ട്രയാങ്കിൾ ADCയിൽ ഒന്ന് ട്രയാങ്കിൾ ADC ഇവിടെ വേറെ വരക്കാണ്. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് ADC. ഓക്കെ, AC തന്നിട്ടുണ്ട്. എത്രയാണ്? 8 തന്നിട്ടുണ്ട് അല്ലെ? അതേപോലെ ആംഗിൾ A എന്ത് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി തന്നിട്ടുണ്ട് ഇല്ലേ? നമുക്ക് കാണേണ്ടത് എന്താണ്? DC ആണ്. DC എന്താണ് ഇവിടെ? DC എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓക്കെ, സോ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. നമുക്ക് തന്നത് ആരാണ് തന്നത്? AC എന്താണ്? ഈ ആംഗിളിന്റെ എന്താണ്? ആംഗിളിന്റെ എന്താണ്? A സൈഡാ? ആംഗിൾ AC. ശ്രദ്ധിച്ചു പറയൂ, നോക്കൂ. അഡ്ജസന്റ് സൈഡ് ആണോ ഹൈപ്പോട്ടന്യൂസ് ആണോ? ശ്രദ്ധിച്ചു പറയൂ. ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അഡ്ജസന്റ് സൈഡ് ആണ് ഏരിയ. ഹൈപ്പോട്ടന്യൂസ് കാരണം എന്താ? ഇത് 90 ഡിഗ്രി. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താ? AC. ഏറ്റവും വലിയ സൈഡ് ആണെന്ത്? ഹൈപ്പോട്ടന്യൂസ് കാരണം. ഓക്കെ, സോ നമുക്ക് എന്താ? ഇതിനെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ്.
സോ നമുക്കതാ സി ഡി കിട്ടണമെങ്കിൽ എന്ത് എടുത്താൽ മതി? സിസ്റ്റിന്റെ എന്ത് എടുത്താൽ മതി? ഓപ്പോസൈഡ് അതുപോലെ ഹൈപ്പോട്ടീനിസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു മെഷർമെന്റ് എടുത്താൽ മതി. ഏതാണത്? ഓപ്പോസൈഡും ഹൈപ്പോട്ടീനിസും റിലേറ്റ് ചെയ്യുന്ന മെഷർമെന്റ് എന്താണ്? സിസ്റ്റിയുടെ എന്തെടുക്കണം? കോസ് ആണോ? കോസ് സിസ്റ്റി എന്താ? കോസ് എന്ന് പറയുമ്പോ എന്താണ്? എന്ത് ബൈ എന്താണ്? ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ, ഇവിടെ ഓപ്പോസിറ്റ് അല്ലേ കിട്ടണ്ടേ? സൈൻ. അപ്പൊ സൈൻ 60 എടുക്കാം. സൈൻ 60. ഓക്കെ, സൈൻ 60 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ ഇവിടെ സൈൻ 60 നമുക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഏതാണ്? സി ഡി. അതാണ് നമുക്ക് കാണേണ്ടത്. ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? എ സി. ഓക്കെ, അപ്പൊ സൈൻ 60ന്റെ വാല്യൂ നമുക്ക് 1/2 ആണ് സൈൻ 60ന്റെ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം? ട്രിഗണോമെട്രി ടേബിൾ നോക്കാം. വാട്ട് ഇസ് സൈൻ 60 ഇവിടെ? സൈൻ 60 കണ്ടോ? 1/2 അല്ലെങ്കിൽ 0.5. 0.5 ആണ് എന്തിന്റെ സൈൻ 60? സൈൻ 60 0.5 അല്ല, സൈൻ 60 √3/2 ആണ്. ദാറ്റ് ഈസ് 0.8660 ആണ് എന്ത് വരുന്നത്? സൈൻ 60 വരുന്നത്. പക്ഷെ 60ന്റെ നമുക്ക് കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം? ഇതിപ്പോ നേരത്തെ ആര് പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടുമെന്നുള്ളത്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഓക്കെ, 0.866 എന്ന് എടുക്കുകയാണ് ഞാൻ വാല്യൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇതിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ എടുക്കരുത്, വേറെ ഉണ്ട്. എന്തായാലും നമുക്ക് അത് പഠിച്ചിട്ട് ആ രീതിയിൽ ചെയ്യാം. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇങ്ങനെ എടുക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഡിവിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാമല്ലോ. സോ 0.866 നമുക്ക് എങ്ങനെ എടുക്കാം? സി ഡി ബൈ എ സി എന്താണ് ഇവിടെ ഉള്ളത്? 8 ആണ്. ഓക്കെ, സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? സി ഡി സിഗൽ ടു എന്ത് കിട്ടും? സി ഡി സിഗൽ ടു 8 × 0.866 കിട്ടത്തില്ലേ? സി ഡി ബൈ 8 എന്നല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് മാറ്റാം, കൺഫ്യൂഷൻ വരുത്തണ്ട. ഞാൻ ഇതെന്താ നേരെ തിരിച്ച് ചെയ്ത 0.866 ഈസ് ഈക്വൽ ടു സി ഡി ബൈ 8 എന്നല്ലേ? അതിന്റെ പകരം ഞാൻ സി ഡി ബൈ 8 ഈസ് ഈക്വൽ ടു 0.866 എന്ന് എഴുതാം. ഇത് എഴുതി കൂടെ? ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ഇനി ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 8ന് അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ എന്താവും? 8ന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ബൈ 8 എന്നാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എന്നാവും അല്ലേ? സോ 0.866 ഓൾറെഡി അവിടെ ഉണ്ട്, അത് ഇൻറ്റു 8 എന്നാവും. ഓക്കെ, ഇങ്ങനെ വരും. സോ ഇതിന്റെ ആൻസർ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയത്തില്ലേ? ഇതെങ്ങനെ ചെയ്യേണ്ടിയെന്ന് അറിയാവോ? ഓക്കെ, ഒന്നുമില്ല, 0.866 ഇൻറ്റു 8. ഓക്കെ, ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 6 8 × 6 എത്രയാണ്? 48 അല്ലേ? പിന്നെ 48 വരും. 48 4 ഇഷ്ടമുണ്ട്. സോ 52 വരും. 8 ഇട്ട് പറഞ്ഞാൽ 64 ആണ്. 64 5 കൂട്ടിയാൽ നമുക്ക് എന്ത് വരും? 69 വരും അല്ലേ? ഓക്കെ, ഇനി ഇവിടെ എത്രയാണ്? 3 ആണ് വരുന്നത്. അതേപോലെ ഇവിടെ 3 ഇങ്ങോട്ടിടുക, 3 പോയിന്റ് മാറ്റിയിടുക. സോ ആൻസർ എത്രയാണ്? 6928. ഓക്കെ, സോ നമുക്ക് സി ഡി കിട്ടിയല്ലോ. സി ഡി കിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സി ഡി കിട്ടി. ഓക്കെ, ശരിക്കും സയൻസ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് എന്താണ്? അത് നമുക്ക് കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. സയൻസ് ഹിസ്റ്ററിയുടെ വാല്യൂ വരുന്നത് ശരിക്കും ഇതാണ്. സയൻസ് ഹിസ്റ്ററി ഈസ് ഈക്വൽ ടു √3/2 എന്നാണ്. ഓക്കെ, സോ ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. 0.866ന്റെ പകരം ഞാൻ എന്താ എടുക്കുന്നത്? √3/2 എന്നാണ്. സോ √3/2 ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്താ? സി ഡി ബൈ 8. ഓക്കെ, ഇനി നേരത്തെ അതേ ചെയ്ത പോലെ സി ഡി ബൈ 8 ഈസ് ഈക്വൽ ടു √3/2. ഓക്കെ, സോ എന്നിട്ട് 8ന് അപ്പുറത്ത് കൊണ്ടുപോവാം. 8ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? സി ഡി ഈസ് ഈക്വൽ ടു √3/2 ഇൻറ്റു 8. ഓക്കെ, 8 2 നമുക്ക് വെട്ടി പോകുമ്പോൾ എന്താവും? അവിടെ 8 വെട്ടി 4 ആവും അല്ലെ? സോ √3 ഇൻറ്റു 4 എന്ന് വരും. ദാറ്റ് ഈസ് 4√3 അല്ലെ? ഒന്നും കൂടി ഒന്ന് സിമ്പിൾ ആയ രീതി നമുക്ക് കിട്ടി അല്ലെ?
4 × √3 ചെയ്ത് നോക്കിയാൽ എന്താ വരിക? 6.928 വരിക. ഓക്കെ ഓക്കെ. നമുക്ക് ഇങ്ങനെ നമുക്ക് സി ഡി കിട്ടി. സി ഡി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ എങ്ങനെ കിട്ടും? ഈസി ആയിട്ട് കിട്ടില്ലോ അല്ലേ? എങ്ങനെ ഏരിയ കിട്ടുക? വാട്ട് ഈസ് ദ ഏരിയ? ഏരിയ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ട്രയാങ്കിളിന്റെ ഹാഫ് ബി എച്ച്. ഇവിടെ ബി ബേസ് കാണാനുള്ള എ ബി ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു എച്ച് പറഞ്ഞാൽ എന്താണ്? സി ഡി ആണ്. ഓക്കെ. സോ നമുക്ക് ഹാഫ് ഇൻറ്റു എ ബി എന്താണ്? 11 എന്ന് തന്നിട്ടുണ്ട്. സി ഡി നമ്മൾ കണ്ടെത്തുക. സി ഡി അപ്പൊ സി ഡി നോക്കൂ, ഇവിടെ നമുക്ക് 0.6928 ഉണ്ട്. സോ അതിനെക്കാട്ടും ഒന്ന് സിമ്പിൾ ആണ് 4√3 അല്ലെ. സോ നമുക്ക് 4√3 എന്ന് എടുക്കാം. രണ്ട് സെയിം ആണ്. 4√3 അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ 4ഉം 2ഉം വെട്ടിയാൽ അവിടെ 2 വരും അല്ലെ. 2ഉം 11ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 22 വരും. പെട്ടെന്ന് ആൻസർ എന്താവും? കിട്ടി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു പിന്നെന്താ 6.928 ആ രീതിയിൽ അത് വീണ്ടും ഇങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. സോ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റ് കൊടുക്കുക. ഓക്കെ. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഏരിയ കാണാൻ ചോദിക്കും, ട്രയാങ്കിളിന്റെ ചോദിക്കും, അല്ലെങ്കിൽ പാരലോഗ്രാം ചോദിക്കും, അല്ലെങ്കിൽ റോംബസ് ചോദിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇതൊന്നും ഉണ്ടാത്ത ഓക്കെ ആണോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് ബേസിസ് കാര്യം പഠിക്കേണ്ട ഈ സംഭവങ്ങളാണ്. വാട്ട് ഈസ് സൈൻ, കോസ്, ടാൻ എന്താ എന്നുള്ളത് പഠിക്കണം. ഓക്കെ. പിന്നെ ജസ്റ്റ് ട്രിഗണോമെട്രിക് ടേബിൾ പരിചയപ്പെട്ടു. പിന്നെ അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് എന്ത്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡും ഒരു ആംഗിളും തന്നാൽ നമുക്ക് ബാക്കി രണ്ട് സൈഡുകളും കാണാൻ പറ്റും. അതിന്റെ വേറൊരു അപ്ലിക്കേഷൻ ആണ് എന്ത്? നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറ്റും. ഓക്കെ. അതുപോലെ പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ പറ്റും. ഓക്കെ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സ്വന്തം ഒരു ആൻസർ ഒരു ക്വസ്റ്റ്യൻ എന്നാ ചെയ്യൂലേ? ഞാനൊരു ക്വസ്റ്റ്യൻ ഇടാം. അപ്പൊ എല്ലാവരും ചെയ്യും കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. കാണുന്നുണ്ടോ? Calculate the area of triangle with the two sides 8 cm and 6 cm and the angle between them 40 degree. അതായത് അത് ഇങ്ങനെയാണ്. ഒരു ത്രികോണം തന്നിട്ടുണ്ട്, അതിന്റെ രണ്ട് സൈഡുകൾ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവ തമ്മിലുള്ള ആംഗിൾ എന്താണ്? ആ രണ്ട് സൈഡും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ. എന്ത് കാണാൻ? ത്രികോണത്തിന്റെ വിസ്തീർണം, ഏരിയ. സോ ഫസ്റ്റ് രണ്ട് സൈഡ് എന്ന് പറയുമ്പോ ബേസ് നോക്കില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ. നമ്മളിപ്പോ കണ്ട ത്രികോണം അല്ലേ? ഈ ട്രിയാങ്കിൾ പറഞ്ഞാൽ ശരിക്കും റൈറ്റ് ആംഗിൾ അല്ലല്ലോ. ഇപ്പൊ ഈ ട്രിയാങ്കിൾ പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ അല്ലല്ലോ. റൈറ്റ് ആംഗിൾ അല്ലെങ്കിലും നമുക്ക് എന്താ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇവിടെ എ ബി ആണ്, ബേസ് ഹൈറ്റ് ഇത്. സോ ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു അല്ലെ, ഒരു ലംബം വരക്കുന്നു. സോ നമുക്ക് എന്തായി? നമുക്ക് അതിൽ നിന്ന് റൈറ്റ് ആംഗിൾ ട്രിയാങ്കിൾ കിട്ടി. സോ റൈറ്റ് ആംഗിൾ ട്രിയാങ്കിൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താകാം? ഈ സൈനും കോസും ടാനൊക്കെ യൂസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ആ ട്രിയാങ്കിൾ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ജസ്റ്റ് റഫ് ആയിട്ട് ട്രിയാങ്കിൾ വരയ്ക്കുക. എന്താ തന്നേക്കുന്നത്? എല്ലാവരും ചെയ്ത് നോക്കൂ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 സെന്റിമീറ്റർ ഒന്നിങ്ങനെ, പിന്നെ നമുക്കൊന്ന് 6 സെന്റിമീറ്റർ ഇങ്ങനെ എടുക്കാം. ഓക്കെ. ആംഗിൾ ബിറ്റ്വീൻ 40 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്താക്കാം? മറ്റൊന്നും ജസ്റ്റ് യോജിപ്പിക്കാം, റഫായിട്ട് വെക്കാം. ഇനിയിപ്പോ ചിലവർ ചോദിക്കും ഇപ്പൊ എങ്ങനെ വരക്കണം, എങ്ങനെ വരച്ചാൽ പോലെ ആയിരിക്കും. ഇത് ഓക്കെയാണ്. ഇതിനൊന്ന് ചെറിയ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താവും? നമുക്കതാ ഈ രീതി വരുന്നു. എന്തോ ഓക്കെയാണ്. ഓക്കെ. സോ ഇതെന്താണ്? ഇവിടെ തന്നെ എന്താണ്? ഞാൻ മാർക്ക് ചെയ്യാണ് ABC. ഓക്കെ. സോ രണ്ട് സൈഡ് തന്നേക്കുന്നത് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദം 40 ഡിഗ്രി ആണ്. ഇതിന്റെ ഏരിയ കാണാനാണ് ചോദിച്ചത്. ഏരിയ കാണണമെങ്കിൽ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു
ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ലംബം, ഒരു പെർപെൻഡിക്കുലർ വരക്കാം. സിയിൽ നിന്ന് എ ബിയിലേക്ക് ഒരു ലംബം വരക്കുന്നു. ഓക്കെ, സോ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു ഡി. അപ്പൊ ഡി കാണണം, സി ഡി കാണണം. സി ഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താക്കാം, ഹാഫ് ഇൻറ്റു ഏരിയ എന്ന് വെച്ചാൽ എന്താ, വിസ്തീർണം എന്ന് വെച്ചാൽ എന്താണ്, ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി ആണ്. ഓക്കെ, അപ്പൊ സി ഡി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, സി ഡി കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, ഒരു മട്ടത്രികോണം ഉണ്ട് അല്ലെ, എ ബി സി. സോ അതിലെന്തുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തെടുത്താൽ മതി, സി ഡി എന്ന് വെച്ചാൽ എന്താണ്, 40 ഡിഗ്രി ഏത് സൈഡാണ് സി ഡി, അഡ്ജസന്റ് ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് ഏതാണ്, 40 ഡിഗ്രി ആംഗിളിന്റെ ഏത് സൈഡാണ് സി ഡി, ഏത് സൈഡാണ്, ഈ 40 ഡിഗ്രിയുടെ ഏത് സൈഡാണ് സി ഡി എന്നുള്ളത്, ഓപ്പോസിറ്റ് അല്ലെ. സോ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ എന്താ ഹൈപ്പോട്ടൻസ് തന്നിട്ടുണ്ട്. സോ ഓപ്പോസിറ്റും ഹൈപ്പോട്ടൻസും കണക്ട് ചെയ്യുന്ന മെഷർമെന്റ് എന്നാൽ എന്താണ്, സൈൻ ആണ്. സോ സൈൻ 40 എടുക്കുക. ഓക്കെ, സൈൻ 40 എടുത്തിട്ട് എന്ത് ചെയ്യാം, 40യുടെ സൈൻ കിട്ടണമെങ്കിൽ ട്രിഗ്നോമെട്രിക് ടേബിളിൽ പോവുക. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 40, സൈന്റെ 40 നമുക്ക് കിട്ടും. ബോർഡ് കാണുന്നില്ല, 0.648 ആണ്. സോ ആ രീതിയിൽ നമുക്ക് സി ഡി കിട്ടും. പിന്നെ ഏരിയ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി. സോ നിങ്ങൾ ഒന്ന് സ്പേസ് വെച്ചിട്ടാ മതി. ഇപ്പൊ ചെയ്യേണ്ട രീതി ഇതാണല്ലോ, ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് വെച്ചില്ല കേട്ടോ. ഇനി ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ട്രയാങ്കിളിന്റെ പകരം പാരലോഗ്രാം ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ആണല്ലേ, രണ്ട് പാരലോഗ്രാം ഇടയിൽ ഒന്നാമത്തെ പാരലോഗ്രാം നോക്കിയാൽ മതി, അതിന്റെ ഏരിയ സാമാന്തരികം, അതിന്റെ ഏരിയ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യാം, ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുകയാണ്. ഒന്നാമത്തെ പാരലോഗ്രാമിന്റെ ഏരിയ കേട്ടോ കണ്ടത്, ഞാൻ എ ബി സി ഡി എന്ന് കൊടുക്കുകയാണ്. ഏരിയ എങ്ങനെ കാണാം, പിന്നെന്താ ഏരിയ എങ്ങനെ കാണാം, ഈ പാരലോഗ്രാമിന്റെ വിസ്തീർണം എങ്ങനെ കാണാം, ആദ്യം ജോയിൻ ചെയ്യണ്ടേ, അല്ല ഇക്വേഷൻ എന്താണ്, പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ഉണ്ടോ പാരലോഗ്രാമിന്, റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ബി എച്ച്. റെക്ടാങ്കിൾ എൽ ഇൻറ്റു ബി. അതേപോലെ തന്നെ ഇത് ഇവിടെ എന്താ, ലെങ്ത് പറഞ്ഞ ബേസ് ഇൻറ്റു ഹൈറ്റ്, അങ്ങനെ പഠിച്ചാൽ മതി, ബേസ് ഇൻറ്റു ഹൈറ്റ്. റെക്ടാങ്കിൾ ആണെങ്കിലും പാരലോഗ്രാം ആണെങ്കിലും റോംബസ് ആണെങ്കിലും ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇവിടെ ബേസ് എന്താണ്, എ ബി ആണ്. ഓക്കെ, ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഹൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഡിയിൽ നിന്നോ അല്ലെങ്കിൽ മുകളിലത്തെ ഡിയിൽ നിന്ന് നേരെ താഴേക്കും വരക്കണം, പെർപെൻഡിക്കുലർ വരക്കണം, ലംബം വരക്കണം. സോ ഞാൻ ഡിയിൽ നിന്ന് താഴേക്ക് എ ബിയിലേക്ക് എന്ത് വരക്കാണ്, ഒരു പെർപെൻഡിക്കുലർ വരക്കാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു ആ പാരഗ്രാമിൽ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ടോ, ഞാൻ മാർക്ക് ചെയ്യാണ്, ഇ എന്ന് മാർക്ക് ചെയ്യാണ്. സോ നോക്കൂ, എ ഡി അല്ലെ, ട്രയാങ്കിൾ എ ഡി ഇ, ദാറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ. സോ ഇതിന് നമുക്ക് ഡി കിട്ടൂലേ. സോ ഏരിയ എന്നാൽ ബേസിന്റെ ഹൈറ്റ് ആണ്, ദാറ്റ് ഇസ് എ ബി ഇൻറ്റു ഡി ഇ ആണ്. ഓക്കെ, സോ ഡി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഡി എങ്ങനെ കിട്ടും, നമുക്ക് ഇവിടെ ട്രയാങ്കിൾ എ ഡിയിൽ നിന്ന് നമുക്ക് ഡി കിട്ടൂലേ. ഡി എങ്ങനെ കിട്ടുക, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഒരു ആംഗിളും ഒരു സൈഡും തന്നിട്ടുണ്ട് അല്ലെ, ഒരു ആംഗിളും അല്ലെങ്കിൽ ഹൈപ്പോട്ടൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഡി എന്നുള്ള ഏത് സൈഡാണ്, 45 ഡിഗ്രിയുടെ ഏത് സൈഡാണ് ഡി, അഡ്ജസന്റ് ആണോ, 45 ഡിഗ്രിയുടെ ഏത് സൈഡാ, ഡിഇ, ഓപ്പോസിറ്റ്. സോ ഓപ്പോസിറ്റ് സൈഡ് ആണ് കാണേണ്ടത്. സോ ഓപ്പോസിറ്റ് സൈഡും ഇവിടെ എന്താ 2 സെന്റിമീറ്റർ എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പോട്ടൻസ് ആണ്.
സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടൻസും കണക്ട് ചെയ്യുന്നത് ഏത് മെഷർമെന്റാ? സൈൻ. അപ്പൊ സൈൻ 45 കിട്ടി കഴിഞ്ഞാൽ സൈൻ 45 എടുത്തിട്ട് നമുക്ക് എന്താക്കാം? ഡി കണ്ടെത്താം. ഡി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ഏര് കണ്ടെത്താം. ഓക്കെ അല്ലേ? സോ ഞാൻ എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇത് നിങ്ങൾ സെൽഫായിട്ട് ചെയ്തു നോക്കാം. സോ ഫസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഏരിയ കാണാൻ ചോദിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോട്ടെ. എന്താ രണ്ടാമത്തെ സെക്ഷൻ? ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു, ട്രിഗണോമെട്രിയിലെ ഏരിയ കഴിഞ്ഞു. ഇനി റേഷ്യോ ഓഫ് സൈഡ്, അത് നമ്മൾ ഏകദേശം പഠിച്ചു. പിന്നെ അതിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനത്തെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയല്ലേ? ഹാദിക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇനി വരുന്നത് ഇതാണ്. ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളും ഞാൻ വരക്കുന്നുണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ എന്താണ് ഈ സർക്കിള്? എന്ത് സർക്കിളാണ് പറയാൻ പറ്റുമോ? ഈ ത്രികോണത്തിന്റെ ഈ വൃത്തത്തിന് എന്താ പറയാ? എന്ത് വൃത്താണ്? എന്ത് സർക്കിളാണ് ട്രയാങ്കിൾ എബിസിയുടെ? സെമി സർക്കിൾ, ഔട്ട് സർക്കിൾ, ഔട്ട് സർക്കിൾ എന്നല്ല, അതിന്റെ പേര് സർക്കം സർക്കിൾ. സർക്കം സർക്കിൾ. ഓക്കെ, അപ്പൊ സർക്കം സർക്കിൾ പറഞ്ഞാൽ ഇങ്ങനെ മൂന്ന്. ഓക്കെ, ഹാദി സർക്കം സർക്കിളിന്റെ മലയാളം എന്തായിരുന്നു? അന്തർവൃത്തം, പരിവൃത്തം. പരിവൃത്താണ് സർക്കം സർക്കിൾ. ഓക്കെ, പരിവൃത്തം. ഓക്കെ, പരിവൃത്തം എന്ന് പറയുമ്പോ ട്രിയാങ്കിളിന്റെ മൂന്ന് കോർണർ കൂടെ പാസ് ചെയ്യുന്ന, മൂന്ന് വെർട്ടസ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെ പറഞ്ഞ പേരാണിത് പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ. ഓക്കെ, ഇനി വേറെ സർക്കിൾ ഉണ്ട്, ഉള്ളി വരുന്ന സർക്കിൾ ഉണ്ട്. അതും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ടാൻജന്റ്, സ്പർശരേഖകൾ എന്ന ചാപ്റ്ററിൽ. സോ അതിനുള്ള ഇൻസർക്കിൾ എന്ന് പറയും. ഓക്കെ, സോ ഇതില് ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ട്രയാങ്കിൾ തരികയാണ്. ഓക്കെ, ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ട്രയാങ്കിൾ മാത്രം ഒന്ന് ജസ്റ്റ് വരയ്ക്കാണ്. ഏത് ട്രയാങ്കിൾ, ഇതിപ്പോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നില്ല കേട്ടോ, ഏത് ട്രയാങ്കിളിന്റെയും സൈഡുകൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. സൈഡും അതുപോലെ അതിന്റെ സൈനും. ഓക്കെ, ഞാനിത് ആംഗിൾ എ, ഇത് എ, ഇത് ബി, ഇത് സി എന്ന് എടുക്കാണ്. ഓക്കെ, ഈ റിലേഷൻ എന്താണ്? ഈ എ ബിയുടെ ലെങ്ത് ഇല്ലേ, എ ബിയുടെ ലെങ്ത്തും ഈ എ ബി ഏതിന്റെ ഓപ്പോസിറ്റ് ആണ്? സിയുടെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പോ സൈൻ സി, എ ബി ബൈ സൈൻ സിയും അതുപോലെ ബി സി, ബി സിയുടെ ഓപ്പോസിറ്റ് ആരാണ്? ഏത് ആംഗിളാ വരുന്നത്? ബി സിയുടെ ഓപ്പോസിറ്റ് ഏത് ആംഗിളാ വരുന്നത്? ബി സിയുടെ ഓപ്പോസിറ്റ് ഏത് ആംഗിളാ വരുന്നത്? എ. അപ്പൊ ബി സി ബൈ സൈൻ എ, സൈൻ ഓഫ് എ. ഓക്കെ, അതേപോലെ ഇനി ആരാളത്? എ ബി ബി സി എടുത്തു. ഇനി ആരാളത്? എ സി അല്ലേ? ബി സിയുടെ ലെങ്ത് ആണ്. ആ, ബി സിയുടെ ലെങ്ത്. ബി സി എ ബിയുടെ ലെങ്ത് ഡിഗ്രി അല്ലേ? ആ, സിയുടെ എങ്ങനെ? എ ബിയുടെ ലെങ്ത് ഡിവൈഡ് ബൈ സിയുടെ സൈന്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബി സിയുടെ ലെങ്ത് ബൈ എയുടെ സൈന്. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ സി ബൈ എന്തായിരിക്കും? എ സി ബൈ എന്തായിരിക്കും? എ സി ബൈ എന്തായിരിക്കും? ആരുടെ സൈൻ ആയിരിക്കും? സൈൻ ബി. സൈൻ ബി. ഇതൊരു ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാം. അത് ലെങ്ത് കണ്ടെത്താനല്ല, ഇത് തമ്മിലുള്ള റിലേഷൻ ആണ്. ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ തരാം. ഇതിലിപ്പം ഈ മൂന്ന് ആംഗിൾസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കാണ് വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് എ ബി ബി സി എ സി, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ എങ്ങനെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാന്നുള്ള ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഇതൊന്ന് പഠിക്കുക. ഇത് ഓക്കെ ആണോ? പഠിച്ചോ?
പഠിച്ചോ? ഓക്കെ ആണോ? ഗ്രാഫ് മാറുന്നതനുസരിച്ച് മാറൂലേ? എങ്ങനെ? ഗ്രാഫ് മാറുന്നതനുസരിച്ച് മാറൂലേ? ഗ്രാഫോ? മനസ്സിലായില്ല. അല്ല ഒന്നുമില്ല. ഓക്കെ, ഒരു ഇക്വേഷൻ എന്താണ്, പിന്നെ വേറൊരു ഇക്വേഷൻ. സോ നമുക്കറിയാം ഇത് ഞാൻ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് എടുക്കാണ്, ഒരു കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോൺസ്റ്റന്റ് എടുക്കാണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, എ ബി ബൈ സൈൻ സി എന്ന് വെച്ചാൽ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു കെ ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം, എ ബി ഇസ് ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ സി എന്ന് എഴുതാം. എഴുതി കൂടെ. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ വെറും കെ അല്ല, അത് 2r ആയിരിക്കും. കെ എന്ന് വെച്ചാൽ 2r ആയിരിക്കും. സോ കെയുടെ പകരം നമുക്ക് 2r എന്നില്ല. 2r, r എന്ന് വെച്ചാൽ എന്താ അറിയോ? r എന്ന് വെച്ചാൽ റേഡിയസ്. ഈ ട്രിയാങ്കിളിന്റെ സർക്കിളിന്റെ റേഡിയസ്. അതായത് ഈ സർക്കിൾ നമ്മളിവിടെ വരച്ചില്ല സർക്കിള്, ഈ സർക്കിളിന്റെ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ്, അതിനെന്താ പറയാ, സർക്കം റേഡിയസ് അല്ലെ? ഓക്കെ, അതായിരിക്കും 6. അപ്പൊ അതിന്റെ ഡബിൾ ആണ് 2r. അപ്പൊ എ ബി എന്ന് വെച്ചാൽ എന്താണ്, 2r സൈൻ സി. ഓക്കെ ആണോ? പരിവൃത്തത്തിന്റെ റേഡിയസ് ആണ് ഈ 6 എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എ ബി സിഗൽ 2r സൈൻ സി. ഓക്കെ, സോ അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എ തരും, എ ഒരു 65 ഡിഗ്രി തരും. ഓക്കെ, ബി സി തരും, ഒരു 8 സെന്റിമീറ്റർ തരും. ഓക്കെ, നിങ്ങളോട് ചോദിക്കും ട്രയാങ്കിൾ എ ബി സിയുടെ സർക്കിൾ റേഡിയസ് എന്താ ചോദിക്കും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ഇവിടെ ഈ ട്രയാങ്കിളില് ആംഗിളിലെ 65 ഡിഗ്രി എന്ന് തരും, ബി സി 8 സെന്റിമീറ്റർ എന്ന് തരും. ക്വസ്റ്റ്യൻ എന്താണ്, ട്രയാങ്കിൾ എ ബി സിയുടെ സർക്കിൾ ഉണ്ടാവുമല്ലോ, അതിന്റെ റേഡിയസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്തിന്റെ ഇടണം, ഇക്വേഷൻ എന്താണ്, എ ബി സികൾ എന്താ, 2r സൈൻ സി ആണ്. 2r സൈൻ സി. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഇട്ട് നോക്കാം. ഇവിടെ എന്താ തന്നത്, ഓക്കെ, സോ ഇവിടെ എന്താ, ഇവിടെ ബി സിയും എയും അല്ലേ. സോ നമുക്ക് ബി സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ബി സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2r എന്ത് എഴുതാം, ബി സി സിക്കൽ ടു 2r എങ്ങനെ എഴുതാം, ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. ബി സി എന്ന് വെച്ചാൽ 2r എന്ത് എഴുതാം, എങ്ങനെ എഴുതാൻ പറ്റും, ഒന്ന് ആലോചിക്കോ. ബി സി ബൈ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്, 2r ആയിട്ട് വരുന്നത്. നമ്മളിവിടെ സൈൻ ഓഫ് എന്താ, 65. ബി സി ബൈ സൈൻ എ ആണ് അല്ലെ. ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുടെ സൈൻ ആണ് എന്ത്, ഈസിക്കൽ 2r. സോ ബി സി ഈസിക്കൽ ടു 2r സൈൻ എ. അപ്പം അത് 2r സൈൻ എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ അവിടെ തന്ന എന്താണ്, ബി സി 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2r സൈൻ എ. സൈൻ എ എന്നാൽ എന്താണ്, സൈൻ ഓഫ് 65. ഓക്കെ, സൈൻ ഓഫ് 65 സൈൻ എന്താണ്, അത് നമുക്ക് കിട്ടൂലേ, ട്രിഗണോമെട്രി ടേബിളിൽ നമുക്ക് കിട്ടത്തില്ലേ. ഓക്കെ, സോ അത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് 6 കിട്ടുമല്ലോ ഇല്ലേ. ഓക്കെ, അതായത് 6 നമുക്ക് ഇത് അങ്ങനെ വരും, 2r സൈൻ 65 ഇസ് ഈക്വൽ ടു 8 എന്ന് വരും അല്ലെ. ഇപ്പൊ വേണമെങ്കിൽ 2ഉം 8ഉം കെട്ടിട്ട് നമുക്ക് 4 എന്ന് ആക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഇതാ, 6 ഇസ് ഈക്വൽ ടു 8/2 സൈൻ 65 ഇങ്ങനെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 4/sin 65. ഓക്കെ, അപ്പൊ സൈൻ 65 എന്താന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. അത് ജസ്റ്റ് ഇതിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, റേഡിയസ് ഓഫ് സർക്കിൾ റേഡിയസ്, പരിവൃത്തത്തിന്റെ ആരം കിട്ടും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ അതാണ് ആവുക. ഓക്കെ ആണോ, മനസ്സിലായോ? ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ട്രയാങ്കിൾ തരും, ഇതിപ്പോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നില്ല കേട്ടോ, ഏത് ട്രയാങ്കിൾ ആവാം. എന്നിട്ട് ഒരു ആംഗിളും തരും, ഓപ്പോസിറ്റ് സൈഡും തരും. എന്നിട്ട് ചോദിക്കും ആ ട്രയാങ്കിളിന്റെ സർക്കിൾ റേഡിയസ് എന്താണെന്നുള്ളത്. ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇതാകും. ഇവിടെ ഇമ്പോർട്ടന്റ് ഇതാണ് കേട്ടോ, എ ബി ബൈ സൈൻ സി, ബി സി ബൈ സൈൻ എ, എ സി ബൈ സൈൻ ബി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് എന്താണ്, സർക്കിൾ റേഡിയസിന്റെ ഡബിൾ ആണ്, ദാറ്റ് ഈസ് 2r ആണ്.
സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബിനാണെങ്കിൽ 2r sin c എന്ന് എഴുതാം, ബി സിനാണെങ്കിൽ 2r sin a എന്ന് എഴുതാം. ഓക്കെ ഓക്കെ. എന്താ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ടാവും. ചോദ്യം എന്താണ്? താഴെ ഫിഗർ ഉണ്ട്. ഒന്നാമത്തത് മാത്രം നോക്കിയാൽ മതി. ഈ ട്രയാങ്കിളിന്റെ എന്താ ചോദിച്ചത്? ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഈ സർക്കിൾ എന്താണ്? ഈ ട്രയാങ്കിൾ എന്ത് സർക്കിൾ ആണ്? അത് പരിവൃത്തല്ലേ? സർക്കം സർക്കിൾ അല്ലേ? ഓക്കെ, സോ സർക്കം സർക്കിളിന്റെ റേഡിയസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? എ ബി സി. എങ്ങനെ ചെയ്യാം? എങ്ങനെ റേഡിയസ് കിട്ടും? ഈ സർക്കിളിന്റെ റേഡിയസ് എങ്ങനെ കിട്ടും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി സി സിക്കൽ ടു എങ്ങനെ എഴുതാം? ഈ ബി സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി സിനെ എങ്ങനെ എഴുതാം? മനസ്സിലാവുന്നില്ല? നമുക്ക് ആകെ കുറച്ച് കാര്യങ്ങൾ ഇനി പഠിക്കാനുള്ളൂ കേട്ടോ. അതിൽ രണ്ടാമത്തെ പാർട്ടാണിത്. ഇപ്പോ ഇതാ ഇവിടെ നമ്മൾ ബി സിനെ എഴുതില്ലേ? ബി സി പറഞ്ഞാൽ 2r ഇൻറ്റു സൈൻ ബി സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ. ഓക്കെ, സോ ആ രീതി നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? ബി സി സിക്കൽ ടു എങ്ങനെ എഴുതാം? പറയൂ. ബി സി സിക്കൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 2r sin a. ഓക്കെ, സോ നമുക്ക് ചോദിച്ചത് എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ദാറ്റ് ഇസ് r ആണ് കാണുന്നത്. ഓക്കെ, ബി സി ഇവിടെ തന്നിട്ടുണ്ട് 2 ആണ്. ഓക്കെ, സോ 2 is equal to 2r sin a. sin a എന്നാൽ എന്താണ്? sin of 30 ആണ്. ഓക്കെ, സോ അത് നേരത്തെ അതേപോലെ നമുക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, sin 30 എന്നാൽ ഹാഫ് എന്നാണ്, 1/2 എന്നാണ്. അല്ലെങ്കിൽ ട്രിഗണോമെട്രി ടേബിളിൽ നമുക്ക് 0.5 എന്ന് കിട്ടും. സോ ഈ 2 2 വെട്ടും. സോ r is equal to 2 എന്ന് കിട്ടും. r is equal to 2 സെന്റിമീറ്റർ. അതാണ് ഇതിന്റെ ആൻസർ വരും. ഓക്കെ, സോ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ? ഇതിന്റെ ഈ സർക്കിളിന്റെ റേഡിയസ്, രണ്ടാമത്തെ ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. എങ്ങനെ കാണാൻ പറ്റും?